സഹീഹുൽ ബുഖാരിയിലുണ്ട് ഒരു സംഭവം. ബീവി ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. ആരാ ഫാത്തിമ ബിൻത്ത് അസദ്? റസൂലുള്ളാഹിന്റെ പോറ്റുമ്മന്റെ പേരാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിക്ക് പാലൂട്ടിയ ഒരു ഉമ്മന്റെ പേരാ. റസൂലുള്ളാഹിക്ക് കാതിലുള്ളതും കൈത്തിലുള്ളതും സമർപ്പിച്ച ഒരു ഉമ്മന്റെ പേരാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. എന്താ ഫാത്തിമ ബിൻത്ത് അസദിന്റെ ചരിത്രം? ഖബറൊന്നും ചെയ്തില്ല. ഏത് മനുഷ്യനെയും ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ എടുക്കാത്ത ശരീരങ്ങളില്ല. ഖബറൊന്ന് പിടിച്ചു കോർക്കും, അതില്ലാത്ത ശരീരങ്ങളില്ല. ഫാത്തിമ ബിൻത്ത് അസദിന് ഖബറൊന്നും ചെയ്തില്ല. എന്താ കാരണം എന്നറിയോ? ജന്നത്തുൽ ബഖീഇൽ ആ ഖബറങ്ങ് കുഴിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ഖബറിലൊന്ന് കിടന്നിട്ട് എണീറ്റു. റസൂലുള്ളാഹിന്റെ സാമീപ്യം ആ ഖബറിലുണ്ടായ കാരണം കൊണ്ട് ഫാത്തിമ ബിൻത്ത് അസദിന് ഖബറൊന്നും ചെയ്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെയും നിങ്ങളെയും പ്രതീക്ഷ അല്ലാഹുവിന്റെ ഹബീബിന്റെ സാമീപ്യമാണ്, മുത്തുനബിന്റെ തിരുനോട്ടമാണ്. അല്ലാഹു ആ രൂപത്തിലുള്ള ഖബറുകളായി നമ്മളെ ഖബറുകൾ അല്ലാഹു ആക്കി തരട്ടെ. ഇടുക്കാമേറും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടോ നാളിലേ ഉടയവാനിൻ റസൂലുള്ളാന്റെ കാവലേഗ് റബ്ബന അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മളെ ഖബറിലേക്ക് വരണം. അങ്ങനത്തെ ഖബറുകൾ അല്ലാഹു ആക്കി തരട്ടെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മുത്തുനബി അറിയാണ്, മദീന അറിയാണ്. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിന്ന് ഈ വലിയ പാടത്തെ ദർസിന്റെ കീഴിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് സംഘടിപ്പിക്കുമ്പോ, ഇത്രയും തോരണങ്ങൾ അണിയിക്കുമ്പോ ഇത് മദീന അറിയാതിരിക്കൂല. അറിയില്ലേ, മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് സിയാറത്തിന് പോകാൻ മനസ്സിൽ കരുതുകയാണ്. ആശിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനത്ത് പോകുമ്പോ റസൂലുള്ളാഹി സ്വീകരിക്കാൻ, മുത്തുനബിന്റെ പൊരുത്തം ലഭിക്കാൻ എന്തെങ്കിലും ഹദിയകളുമായിട്ടാണ് ആശിഖീങ്ങൾ മദീനത്ത് പോകാറുള്ളത്. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് സിയാറത്തിന് പോകാൻ കരുതിയപ്പോ മനസ്സിൽ വിചാരിച്ചു, 2 വരി റസൂലുള്ളാഹിന്റെ മദ്ഹ് ഉണ്ടാക്കിയിട്ട് മദീനത്തേക്ക് പോകാം. അബൂ ഹനീഫ ഇമാം ഉണ്ടാക്കിയ വരിയാണ് ഖസീദത്തുൻ നുഅ്മാനിയ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബൻ മശൂകൻ ലാ യറൂമു സിവാക. അബൂ ഹനീഫ ഇമാം ഈ 2 വരി ഉണ്ടാക്കിയിട്ട് മദീനത്ത് പോവുകയാണ്. അബൂ ഹനീഫ ഇമാമിന്റെ ഭാര്യ അറിയില്ല, മക്കളറിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ ബുർദയുടെ സംഘം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്.
അബൂ ഹനീഫ ഇമാം ഈ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഉണ്ടാക്കി മദീനത്ത് പോകുമ്പോ ഈ മദ്ഹ് ഉണ്ടാക്കിയ വിവരം സ്വന്തം ഭാര്യ അറിയില്ല, മക്കളറിയില്ല, ബന്ധുക്കൾ അറിയില്ല, ഒരാളും അറിയാതെ ഉണ്ടാക്കിയ വരികളാണ്. അബൂ ഹനീഫ ഇമാം തഹജ്ജുദിന്റെ സമയത്ത് മദീനന്റെ ബോർഡറിലേക്ക് എത്തുമ്പോ, അന്ന് മദീനത്തൊരു പതിവുണ്ട്, തഹജ്ജുദ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് മുഅദ്ദിൻ മുനാരത്തിൽ കയറിയിട്ട് 2 വരി റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടും. അബൂ ഹനീഫ ഇമാം തഹജ്ജുദിന്റെ സമയം മദീനന്റെ ബൗണ്ടറിയിലേക്ക് എത്തുമ്പോ അന്ന് കേൾക്കുന്ന വരി ഏതാ? യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാകാ വല്ലാഹി യാ ഖൈറൽ ഖലായിഖി ഇന്നലി ഖൽബൻ മശൂഖൻ ലാ യറൂമു സിവാകാ. അന്ന് മുഅദ്ദിൻ ഇങ്ങനെ പാടുന്ന വരി അബൂ ഹനീഫ ഇമാം ഉണ്ടാക്കിയ ഈ വരിയാണ്. അബൂ ഹനീഫ ഇമാം അവിടെ നിന്നുപോയി. എൻ്റെ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഒരാളും അറിയാതെ ഞാനുണ്ടാക്കിയ ഈ വരി എങ്ങനെ ഈ മുക്രിക്കയുടെ കയ്യിൽ കിട്ടി, ഈ മുഅദ്ദിൻ്റെ കയ്യിൽ കിട്ടി? അബൂ ഹനീഫ ഇമാം ഇങ്ങനെ നടന്നുപോയി ആ മുനാരത്തിൻ്റെ തായ്വശത്ത് നിന്നു. ആ മുഅദ്ദിൻ പാടിയിട്ട് തഹജ്ജുദിന്റെ ബാങ്കും വിളിച്ച് തായോട്ട് വരുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ ചോദ്യം, ലിമൻ ആദിൽ ഖസീദ, നിങ്ങളിന്ന് ഈ പാടിയ പാട്ടില്ലേ, ഈ മദ്ഹില്ലേ, ഇതാരുടെ മദ്ഹാ? ആ മുഅദ്ദിൻ പറഞ്ഞു, ലിൽ ഇമാമി അബൂ ഹനീഫ, ഇത് കൂഫക്കാരനായ അബൂ ഹനീഫ ഉണ്ടാക്കിയ വരിയാണ്. അബൂ ഹനീഫ ഇമാമിന്റെ ചോദ്യം, ഹൽ തഅരിഫു അബാ ഹനീഫ, ആ അബൂ ഹനീഫനെ നിങ്ങൾക്കറിയുമോ? കൂഫക്കാരനായ അബൂ ഹനീഫയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ മുഅദ്ദിൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. കൈഫ വസൽത ഹാദിൽ ഖസീദ, പിന്നെ നിങ്ങൾക്കൊരു പരിചയവുമില്ലാത്ത അബൂ ഹനീഫന്റെ വരി എങ്ങനെ നിങ്ങളെ കയ്യിൽ കിട്ടി, എങ്ങനെ നിങ്ങളെ കയ്യിൽ ലഭിച്ചു? ഇന്ന് നിങ്ങൾ പാടിയ വരി അബൂ ഹനീഫ ഇമാമിന്റെ വരി എന്നല്ലേ പറഞ്ഞത്? എങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ വരി നിങ്ങൾക്ക് കിട്ടി? അപ്പോഴാണ് ആ മുഅദ്ദിൻ പറഞ്ഞത്, റഅയ്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലൈൽ, ഇന്നലെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ ഹബീബായ മുത്തു റസൂലുള്ളാഹി തങ്ങളെ ഞാൻ മനാമിൽ കണ്ടു. എന്നോട് തങ്ങളാണ് പറഞ്ഞത്, ഇന്ന് നിങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത് പാടേണ്ട വരി യാ സയ്യിദ സാദാത്ത് ജിഅ്തുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഇമാകാ ഫബകത് ഐനാ. അബൂ ഹനീഫ ഇമാമിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്റെ ഭാര്യ അറിയാതെ, എന്റെ മക്കളറിയാതെ, ഒരാള് പോലും അറിയാതെ ഞാൻ ഉണ്ടാക്കിയ വരി മദീനത്തെ തങ്ങളറിഞ്ഞില്ലേ? ഈ ചരിത്രത്തിന്റെ പിൻബലത്തിൽ എന്റെ വലിയ പാടത്ത് ഖസീദത്തുൽ ബുർദ മജ്ലിസിലേക്ക് നിങ്ങൾ തയ്യാറായിരിക്കുമ്പോ ഈ മദ്ഹുകളും തോരണങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി സംഘടിപ്പിച്ചതൊക്കെ മുത്തുനബി അറിയാതിരിക്കൂല, തങ്ങൾ കാണാതിരിക്കൂല. അല്ലാഹുവേ, മുത്തുനബി കാണുന്ന മജ്ലിസാക്കണേ അല്ലാഹ്.